Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 61. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ധർമ്മം ജയിക്കാൻ ചിലപ്പോൾ തിന്മയുടെ കൂടെ നിൽക്കേണ്ടി വരുമെന്ന് ജിത്തു പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? ദേവന്റെ ചോദ്യത്തിന്റെ പൊരുൾ കൃത്യമായി മനസ്സിലായതുപോലെ വിശ്വൻ പതിയെ തലകുലുക്കി. ദേവൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഔദ്യോഗിക വാഹനങ്ങളോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഇല്ലാതെ വീട്ടിലെ സ്വന്തം കാറിലായിരുന്നു വിശ്വൻ അവരുടെ വിശ്വസ്തയായ ഡോക്ടർ ശ്രീജയുടെ വീട്ടിലേക്ക് എത്തിയത്. ദേവന്റെ കാലിലെ മുറിവ് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം അതിനു മുകളിൽ പ്ലാസ്റ്റർ ഒട്ടിക്കുകയായിരുന്നു ഡോക്ടർ ശ്രീജ. ദേവന്റെ മുഖത്തേക്ക് നോക്കി വിശ്വൻ പറഞ്ഞു തുടങ്ങി. അവൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ പലതും ശരിയാടാ. അത് ഇന്നലത്തെ പാർട്ടി യോഗം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതുവാ. അതിനിടയിൽ മുറിവ് കെട്ടിക്കഴിഞ്ഞ ഡോക്ടർ ശ്രീജ എഴുന്നേറ്റു. ഒരാഴ്ചത്തേക്ക് കാലിന് നനക്കണ്ട കേട്ടോ. നിങ്ങൾ സംസാരിക്ക്, ഞാൻ അപ്പുറത്തുണ്ടാവും. പോകാൻ നേരമാകുമ്പോൾ പറഞ്ഞാൽ മതി. 5 ദിവസത്തേക്ക് കഴിക്കാൻ ഒരു ടാബ്ലറ്റ് ഉണ്ട്, അതുകൂടെ എടുത്തു തരാം കേട്ടോ. ഡോക്ടർ പറഞ്ഞത് കേട്ട് ദേവൻ നന്ദിയോടെ തലകുലുക്കി. അവർ മുറിയിൽ നിന്നും പുറത്തുപോയി വാതിലടഞ്ഞതും ദേവൻ പാന്റ് വലിച്ചു കയറ്റിക്കൊണ്ട് വീണ്ടും വിശ്വന് നേരെ തിരിഞ്ഞു. എന്ത് മനസ്സിലായെന്ന് നീ പറഞ്ഞത്? വിശ്വൻ ഒരു ദീർഘനിശ്വാസത്തോടെ അവനെ നോക്കി. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെങ്കിലും സദാനന്ദനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇപ്പോഴും നമ്മുടെ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. ഇന്നലെ യോഗത്തിൽ വീണ്ടും എന്നെ ആഭ്യന്തരമന്ത്രിയാക്കാനുള്ള ചർച്ച വന്നപ്പോൾ അതിനെ ശക്തമായി എതിർത്ത പല ആളുകളുണ്ടായിരുന്നു. ജിത്തു പറഞ്ഞതുപോലെ മന്ത്രിസഭയിലെ ചില കരടുകൾ. പുറത്തിറങ്ങുന്ന സദാനന്ദൻ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെങ്കിൽ നീ ഇപ്പോൾ പറഞ്ഞതുപോലെ എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ എന്തു ചെയ്യാനാ നിന്റെ ഉദ്ദേശം? ചോദ്യത്തോടൊപ്പം ദേവന്റെ പുരികങ്ങൾ ആശങ്കയാൽ ചൊളിഞ്ഞു. ആദർശങ്ങൾ പണയം വെച്ചുകൊണ്ട് അധികാരത്തിൽ തൂങ്ങിക്കിടക്കുന്നതിൽ എന്തർത്ഥമാടാ ദേവ ഉള്ളത്? എനിക്കെന്റെ സ്ഥാനം വലിച്ചെറിയാൻ ഒരു മടിയുമില്ല. വിശ്വൻ തന്റെ നയം വ്യക്തമാക്കി. ആ ഒരു ചിന്ത ശരിയല്ല വിശ്വ. അവൻ അതേ പറയൂ എന്നുറപ്പുള്ളതുപോലെയായിരുന്നു ദേവന്റെ പ്രതികരണം. പിന്നെ നീ ആ കസേരയിൽ നിന്നിറങ്ങിയാൽ പിന്നെ ഭരണം മുഴുവൻ ആ ചതിയന്മാരുടെ കയ്യിലാകും. ജിത്തു പറഞ്ഞതുപോലെ ഇത് കലികാലമാ. ഇവിടെ കളികളും നമ്മൾ മാറ്റി കളിച്ചേ മതിയാകൂ. ദേവന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാവാതെ വിശ്വൻ ചോദിച്ചു, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ചുണ്ടിലൊരു ചെറു പുഞ്ചിരിയോടെ ദേവൻ ഒരു മറു ചോദ്യമാണ് ചോദിച്ചത്. നമ്മുടെ രാജ്യത്തിന്റെ വിശ്വസ്തരായ ചില ചാരന്മാര് അണ്ടർകവറായി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ? യെസ്, അവർ ശത്രു രാജ്യങ്ങളിൽ കടന്നുകൂടി അവരിൽ ഒരാളായി പ്രവർത്തിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ട വിവരങ്ങൾ നൽകി സഹായിക്കും. വിശ്വം മറുപടി നൽകി. എക്സാക്ട്ലി. ദേവന്റെ കണ്ണുകൾ തിളങ്ങി. അത്തരമൊരവസ്ഥ വരികയാണെങ്കിൽ നീയും അവരിൽ ഒരാളായി അവരോടൊപ്പം നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവരെ വേരോടെ തകർത്തെറിയാൻ സാധിക്കൂ. കാര്യം പിടികിട്ടിയതുപോലെ വിശ്വൻ തലയിളക്കി. അപ്പോ ചിലപ്പോ അവരെ ബോധ്യപ്പെടുത്താനെങ്കിലും എനിക്ക് നിനക്കെതിരെയും പ്രവർത്തിക്കേണ്ടി വരും ദേവാ. വേണം. ആവശ്യം വന്നാൽ മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ ശത്രുക്കളായിട്ടിരിക്കട്ടെടാ. ആടുകളെ പരസ്പരം ഇടിപ്പിച്ച് ചോര കുടിക്കാൻ വരുന്ന ചെന്നായികളെ നമുക്ക് ഐഡിയയുടെ ഇടയിൽപ്പെടുത്തി അങ്ങ് ഞെരിക്കാന്നേ. ദേവന്റെ വാക്കുകളിൽ വല്ലാത്തൊരു മൂർച്ചയുണ്ടായിരുന്നു. നിനക്ക് പോലീസിനേക്കാൾ രാഷ്ട്രീയത്തിൽ നല്ല ഭാവിയുണ്ട് കേട്ടോ. അതും പറഞ്ഞ് ചിരിച്ചും കൊണ്ട് മുറിവിനെ പറ്റി ഓർക്കാതെ വിശ്വൻ ദേവന്റെ തുടയിലൊന്നടിച്ചു. ഓ! പെട്ടെന്നുണ്ടായ വേദനയിൽ ദേവൻ പുളഞ്ഞുപോയി. അവൻ കാൽ കുടഞ്ഞു. എന്തുവാടേ ഇത്? ഒരുത്തൻ കുത്തുന്നു, വേറൊരുത്തൻ അടിക്കുന്നു. ഓ സോറി അളിയ. അബദ്ധം പറ്റിയതുപോലെ വിശ്വൻ ചിരിയടക്കി. ഇനിയിപ്പോ എന്താ നിന്റെ പരിപാടി? നീ കാട്ടിൽ നിന്നും രക്ഷപ്പെട്ടത് മീഡിയക്കാർ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. അവരെ അറിയിക്കണ്ടേ? വേണം. പക്ഷെ അതിനു മുന്നേ എനിക്ക് വീട്ടിൽ പോയി അമ്മയെയും ഗൗരിയെയും ഒന്ന് കാണണം. അതിനുവേണ്ടി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാ ഞാൻ ഇത്രയും ദൂരം വന്നത്. ദേവന്റെ സ്വരം ആർദ്രമായി. എങ്കിലും നീ നേരെ ആര്യകത്തേക്ക് വിട്ടോ. രണ്ടാളും അവിടെ ഉണ്ട്. ദേവൻ ആശ്ചര്യത്തോടെ കണ്ണുകൾ മിഴിച്ചു. അമ്മ ആര്യകത്തേക്ക് പോയെന്നോ? അതേടാ, നിന്നെ കാണാതായി ഇന്നത്തെ ഒരു സംഭവം കാരണം അങ്ങനെ ഒരു ഗുണമുണ്ടായി. നിങ്ങളുടെ കല്യാണത്തിന് ഇനി വിലാസിനിയമ്മ തടസ്സം നിൽക്കുമെന്ന് തോന്നുന്നില്ല. ചെന്നിട്ട് അല്പം കയ്യിന്ന് കൂടിയിട്ടൊന്ന് അഭിനയിച്ചാൽ മതി. അടുത്ത മാസം തന്നെ നമുക്ക് വിവാഹം നടത്താം. ഓൾ ദി ബെസ്റ്റ്. അവനെ നോക്കി ചിരിച്ചും കൊണ്ട് വിഷൻ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് കത്തിച്ചു. ആ പുക അന്തരീക്ഷത്തിലേക്ക് പടർന്നു. ഒലിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനിടയിൽ നിന്റെ കാര്യം എന്തായി? ദേവൻ ചോദിച്ചത് കേട്ട് പുക ഊതി വിട്ടുകൊണ്ട് വിഷനൊരു കള്ളച്ചിരിയോടെ കണ്ണിറുക്കി. രശ്മികയും കിച്ചൂട്ടനും എന്റെ വീട്ടിലുണ്ട്. ഇതിനിടയ്ക്ക് നീ അവളങ്ങ് കെട്ടിയോ? ഒന്ന് പോടാ. അവനെ ആട്ടിയെങ്കിലും
ആ ചോദ്യം ഇഷ്ടപ്പെട്ടതുപോലെ അല്പനേരത്തേക്ക് വിശ്വൻ നിശബ്ദനായി ഒരു പുഞ്ചിരിയോടെ ഇരുന്നു. എന്തേ മോനെ, പറഞ്ഞതങ്ങ് സൂചിച്ച? കുറച്ച്. ഈ ഭാര്യ പിള്ളേരെന്നൊക്കെ പറയുന്നത് ഒരു രസമുള്ള ഏർപ്പാട് തന്നെയാ അല്ലടാ? എന്തോ ഒരു ചിന്തയിൽ വിശ്വൻ അപ്പോഴും ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തു പറ്റി ഹോം മിനിസ്റ്റർക്ക് പെട്ടെന്നൊരു വീണ്ടു വിചാരം? ദേവനും ചിരിയോടെ ചോദിച്ചു. കിച്ചൂട്ടിനെ കുറിച്ച് ഓർത്തിട്ടാടാ. അവന്റെ ആ സ്നേഹവും കൊഞ്ചലും ഒക്കെ കാണാനും കേൾക്കാനും എന്ത് രസമെന്നോ. നമ്മുടെ എല്ലാ ടെൻഷനും അതോടെ മാറും. വിശ്വന്റെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു. കൊച്ചിന്റെ മാത്രമല്ല മോനെ, അമ്മയുടെ സ്നേഹവും കൊഞ്ചലും കേൾക്കാനും അനുഭവിക്കാനും ഒക്കെ നല്ല രസം തന്നെ ആയിരിക്കും. നീ അധികം താമസിക്കാതെ അതങ്ങ് സെറ്റാക്ക്. ദേവൻ കണ്ണിറുക്കി. ആ, ഞാനൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. വിശ്വൻ ഊറിച്ചിരിച്ചു. എന്തും പറഞ്ഞ്? എടാ പൊട്ടാ, നിന്റെ ആ പഴയ മുരട്ട് സ്വഭാവം എടുത്താലേ അവള് കൊച്ചിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടും കേട്ടോ. ദേവൻ അവനെ വിരട്ടി. അതൊന്നും അല്ലടാ. ആ രാജേന്ദ്രൻ ജാമ്യത്തിൽ വെളിയിലിറങ്ങിയ ചിലപ്പോ സജീവന്റെ കൊച്ചിനു വേണ്ടി അവർ കോടതിയിൽ പോകുമെന്നും പറഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. മിക്കവാറും അത് കേൾക്കും. എന്തായാലും ചെന്നിട്ട് ഒന്നുകൂടി അവളോടൊന്ന് സംസാരിക്കണം. അവന്റെ ആ കുരുട്ടു ബുദ്ധി കണ്ട് ദേവൻ പൊട്ടിച്ചിരിച്ചു. എടാ പൊന്നു മോന്, നീ ആള് കൊള്ളാലോടാ. പുറമേക്ക് മൂങ്ങയെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും തലക്കകത്തൂടെ ഇതുപോലെ വെളിച്ചങ്ങളൊക്കെ ഓടുന്നുണ്ടല്ലേ. അതിന് മറുപടി പറയാതെ എല്ലാം ശരിയാകുമെന്നൊരു ഭാവത്തിൽ വിശ്വൻ സിഗരറ്റിന്റെ പുക വലിയ വളയങ്ങളായി ഊതി വിട്ടിട്ട് അത് നോക്കിയിരുന്നു. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ദേവൻ പതിയെ എഴുന്നേറ്റതോടെ വിശ്വനും സിഗരറ്റ് കെടുത്തിയിട്ട് എഴുന്നേറ്റു. അപ്പൊ വിശ്വ സാറേ, ഓൾ ദ ബെസ്റ്റ്. ദേവൻ സ്നേഹത്തോടെ അവന്റെ നേരെ കൈ നീട്ടി. സെയിം ടു യുടാ. മറുപടിയായി ആ കൈകൾ മുറുകെ പിടിച്ചു കുലുക്കിക്കൊണ്ട് വിശ്വൻ ആത്മവിശ്വാസത്തോടെ ചിരിച്ചു. അമ്മയും ഗൗരിയും ഒരുമിച്ചുണ്ടെന്ന് കേട്ടതിന്റെ ആകാംക്ഷയോടെയും സന്തോഷത്തോടെയുമാണ് ദേവൻ ആര്യകത്തെ ഗേറ്റ് തുറന്നത്. മുറ്റത്തൂടെ നടന്ന് വരാന്തയിലേക്ക് കയറുമ്പോ വീടിന്റെ മുൻവാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അകത്തുനിന്നും വാർത്താ അവതാരകന്റെ ശബ്ദം വ്യക്തമായി കേൾക്കാം. തങ്ങളെ അന്വേഷിച്ച് പോലീസ് കമാൻഡോസിന്റെയും വനപാലകരുടെയും സംഘം കാട്ടിലേക്ക് കയറിയതിന്റെ തത്സമയ വാർത്തകളാണ് കേൾക്കുന്നത്. ആര്യകത്ത് TV ഇല്ല എന്ന കാര്യം അറിയാവുന്നതുകൊണ്ട് ഗൗരിയുടെ ഫോണിൽ നിന്നായിരിക്കും അത് കേൾക്കുന്നതെന്ന് ദേവൻ ഊഹിച്ചു. കാത്തു നിൽക്കാതെ അവൻ കോളിംഗ് ബെൽ അമർത്തി. വാതിൽ തുറന്നത് വൈശാഖിയായിരുന്നു. കാട്ടിനകത്ത് എവിടെയോ തടവിലാക്കപ്പെട്ട് കിടക്കുകയാണ് എന്ന് വിചാരിച്ചിരുന്ന സാക്ഷാൽ ദേവൻ യാതൊരു കുഴപ്പവുമില്ലാതെ മുന്നിൽ നീണ്ടു നിവർന്ന് ചിരിച്ചു നിൽക്കുന്നത് കണ്ടതും അവളുടെ കണ്ണുകൾ തള്ളിപ്പോയി. ഞെട്ടലിൽ അവളുടെ പൊളിഞ്ഞ വായിൽ നിന്നും ആഹ്ലാദവും അത്ഭുതവും കലർന്ന ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. ദേവേട്ട! ആ വിളി കേൾക്കേണ്ട താമസം അകത്തു നിന്നും ഗൗരി ഓടിപ്പാഞ്ഞു വന്നു. മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവനെ കണ്ട് അവൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കുവാനായില്ല. വാതിൽപ്പടിയിൽ നിൽക്കുന്ന വൈശാഖിയെ ഒറ്റ തള്ളിന് മാറ്റിയിട്ട് ഗൗരി മുന്നിലേക്ക് കുതിച്ചു. ഉറക്കെയുള്ളൊരു കരച്ചിലോടെ അവൾ അവനെ വട്ടം കെട്ടിപ്പുണർന്നു. ദേവേട്ട! ആ നെഞ്ചിലേക്ക് മുഖം അമർത്തി തേങ്ങി കരയുന്നതിനോടൊപ്പം ഇടയ്ക്ക് മുഖമുയർത്തി അവന്റെ കവിളുകളിലും നെറ്റിയിലും അവൾ തുരുതുരെ ഉമ്മകളും നൽകി. ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ടാണ് വിലാസിനിയമ്മ പുറത്തേക്ക് വരുന്നത്. ഉമ്മറത്തെ ആ കാഴ്ച കണ്ട് കെണിയിൽ പെട്ടതുപോലെയായി അവരുടെ അവസ്ഥ. തന്റെ മകൻ ആരെ വിവാഹം കഴിക്കരുത് എന്ന് താൻ ഇത്രയും കാലം വാശി പിടിച്ചിരുന്നോ ആ പെണ്ണ് വരാന്തയിൽ നിന്ന് അവനെ കെട്ടിപ്പിടിച്ച് മുഖം നിറയെ ഉമ്മ വെക്കുന്ന കാഴ്ച. എന്ത് പറയണം, എന്ത് ചെയ്യണമെന്നറിയാതെ വിലാസിനിയമ്മ വല്ലാതെ പരുങ്ങി നിന്നു. പുള്ളിക്കാരിയുടെ ഈ പരുങ്ങലും പകച്ചുള്ള നിൽപ്പും കണ്ട് ചിരി വന്ന വൈശാഖി അത് പുറത്തു കാണിക്കാതിരിക്കാൻ വേഗത്തിൽ ഇരു കൈകൾ കൊണ്ടും വാ പൊത്തിപ്പിടിച്ചു. അപ്പോഴാണ് വാതിൽപ്പടിയിൽ അന്തിച്ചു നിൽക്കുന്ന അമ്മയെ ദേവനും കാണുന്നത്. അതോടെ അവനാകെ ചമ്മലായി. ഉമ്മകൾക്ക് അല്പനേരത്തേക്ക് റെസ്റ്റ് കൊടുത്തുകൊണ്ട് അപ്പോഴേക്കും ഗൗരി ചോദിച്ചു, ഇതെങ്ങനെ രക്ഷപ്പെട്ടു? എന്നാലും ഒന്ന് വിളിച്ചു പറയാറുന്നില്ല ദേവേട്ട. ഇവിടെ ഞാനും അമ്മയും തീ തിന്നുകയായിരുന്നു. പറയാം അമ്മ അമ്മ. അവന്റെ വെപ്രാളവും പിറുപിറുക്കലും കേട്ടതോടെ കാര്യം മനസ്സിലായ ഗൗരി അവനെ ഒന്നുകൂടെ ഇറുകെ പുണർന്നു. അതോടൊപ്പം അവന് മാത്രം കേൾക്കാൻ പാകത്തിൽ ചോദിച്ചു, അമ്മ പിന്നിലുണ്ടോ? നീ പിടിപിട്. അവൻ പതിയെ ശബ്ദം താഴ്ത്തിക്കൊണ്ട് ഗൗരിയെ ശരീരത്തിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ ഗൗരി വിടുന്ന ലക്ഷണമുണ്ടായിരുന്നില്ല. ഒന്ന് പോടാ ഇൻസ്പെക്ടറെ, എല്ലാം നല്ലതിനാണെന്ന് പറയുന്നത് ഇതാ. അതും പറഞ്ഞുകൊണ്ട് അവൾ ഒരു ഉമ്മ കൂടി കൊടുത്തു അവന്റെ ചുണ്ടത്ത്. ഇനിയും നിന്നാൽ കൂടുതൽ എന്തെങ്കിലും കാണേണ്ടി വരുമെന്ന് മനസ്സിലായതോടെ വിലാസിനിയമ്മ ഒന്ന് ചുമച്ചു പിന്നിൽ നിന്ന്. അതോടെ ഗൗരി ചിരി ഒതുക്കി കരച്ചിൽ മാത്രമാക്കി അവന്റെ നെഞ്ചിൽ നിന്നും മുഖമെടുത്തു. എങ്കിലും അവനിൽ നിന്നും പൂർണ്ണമായി അകന്നു മാറാതെ പശ വെച്ച് ഒട്ടിച്ചതുപോലെ അവനോട് ചേർന്ന് തന്നെ അവൾ നിന്നു. അവൾ അവന്റെ അടുത്തു നിന്നും ഒരു ഇഞ്ച് പോലും മാറില്ല എന്ന് മനസ്സിലായതും മറ്റു നിവൃത്തിയില്ലാതെ വിലാസിനിയമ്മയും മുന്നിലേക്ക് വന്നു. എന്റെ കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ ഭഗവതി എന്നും പറഞ്ഞുകൊണ്ട് അവർ അവനെ അങ്ങേ വശത്തു നിന്നും കൂടി കെട്ടിപ്പിടിച്ചു.
വലതുവശത്ത് ഗൗരിയും ഇടതുവശത്ത് അമ്മയും. ദേവൻ തന്റെ ഇരു കൈകൾ കൊണ്ടും ഇരുവശത്തു നിന്നും അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. ആ രസകരമായ കാഴ്ചയും നോക്കി നിറഞ്ഞ സന്തോഷത്തോടെ വൈശാഖി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് ദേവന്റെ തുടയിലെ ആ ചെറിയ മുറിവ് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പെട്ടെന്ന് അവളുടെ മുഖത്തെ ചിരി മാറി ആശങ്ക പടർന്നു. യോ ദേവേട്ട, ഇതെന്താ പറ്റിയേ? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. അവളുടെ പരിഭ്രമം നിറഞ്ഞ ചോദ്യം കേട്ട് എന്താണ് സംഭവമെന്നറിയാതെ ഗൗരിയും വിലാസിനി അമ്മയും ഒന്ന് പകച്ചു. ശേഷൻ രണ്ടുപേരും വൈശാഖി നോക്കുന്ന അവന്റെ കാലിലേക്ക് നോക്കിയപ്പോഴാണ് കീറിയ പാന്റും ആ മുറിവും കാണുന്നത്. അതോടെ രണ്ടും കൂടി താഴേക്കിരുന്ന് ആ കാലും പിടിച്ച് വലിയ വായിൽ കരച്ചിലും ബഹളവുമായി. കാൽ അറ്റുപോയതുപോലെയുള്ള രണ്ടുപേരുടെയും കരച്ചിലും നിലവിളിയും കണ്ട് ദേവൻ കണ്ണുകൾ ചുളിച്ച് വൈശാഖിയെ നോക്കി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതുപോലെ അവൾ ഇളിച്ചു കാട്ടി. ഒന്ന് മതിയേക്കാമോ? ഇത് ചെറിയൊരു മുറിവ് മാത്രമാ, ഇങ്ങനെ തൊള്ള തുറന്ന് നിലവിളിച്ച ആളെ കൂട്ടല്ലേ. അവന്റെ ശാസന കേട്ടതും പിടിച്ചു കെട്ടിയതുപോലെ കരച്ചിലുകൾ നിന്നു. കണ്ടോ അമ്മേ, ദേവേട്ടൻ പറഞ്ഞത്, കാലത്ത് തൊട്ട് നമ്മൾ വിഷമിച്ചതിന് ഒരു വിലയില്ല. ഗൗരിയുടെ പരിഭവം കേട്ട് വിലാസിനി അമ്മ ചുണ്ടുകൾ ചുളിച്ച് മകനെ നോക്കി. അല്ലേലും ഇവൻ ഇങ്ങനെയാ മോളെ, വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് ഒരു ചിന്തയുമില്ല. ഇവന്റെ അച്ഛനും ഇങ്ങനെ തന്നെ ആയിരുന്നു. നീ അതൊന്നും കാര്യമാക്കണ്ട, പിടിച്ചേ. ഈ പരിപാടി കൊള്ളാലോ എന്നവൻ ചിന്തിക്കുന്നതിനിടയിൽ വിലാസിനി അമ്മ എഴുന്നേറ്റ് അവനെ വലതുവശത്തു നിന്നും ചേർത്ത് പിടിച്ചപ്പോ ഗൗരി അങ്ങേ വശത്തു നിന്നും പിടിച്ചു. രണ്ടുപേരുടെയും തോളുകളിലൂടെ കൈയിട്ട് അല്പം മുടന്തും കൂടി കൈയിന്നിട്ട് ഞൊണ്ടിക്കൊണ്ട് അകത്തേക്ക് നടക്കുന്നതിനിടയിൽ എങ്ങനെയുണ്ടെന്നതുപോലെ വാതിൽക്കൽ നിന്നിരുന്ന വൈശാഖിയെ അവനൊന്ന് തിരിഞ്ഞു നോക്കി. അവൾ ചിരി അടക്കിക്കൊണ്ട് അവനൊരു തംസപ്പ് കൊടുത്തു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.